നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജറിയം ചേരുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് ആദ്യം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. രാഹുൽ ഗാന്ധി അടുത്ത മാസം 3 വയനാട്ടിലെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പത്രിക സമർപ്പിക്കും. വയനാട്ടിൽ റോഡ് ഷോയും സംഘടിപ്പിക്കും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന വാർത്തയ്ക്ക് പിന്നാലെ രാഹുൽ എപ്പോൾ എത്തുമെന്നുള്ള ചോദ്യമായിരുന്നു നിലനിന്നിരുന്നത്. ഇതുതന്നെയാണ് എതിർകക്ഷികളും ഉന്നയിച്ചിരുന്ന ചോദ്യവും. എന്തായാലും രാഹുൽ എത്തുമ്പോൾ ഏത് തരത്തിലാകും ഇനിയുള്ള പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് തയ്യാറെടുക്കുക? വിവരങ്ങൾ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ അനിവാര്യമാണ് എന്നുള്ളതല്ല, ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും മികച്ചതാക്കി മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അമേഠിയിൽ രാഹുൽ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അത് ഒരു ശക്തമായിട്ടുള്ള വിജയമായി അത് മാറ്റിയെടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. രണ്ടാം ഘട്ടത്തിലാണ് വയനാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി വലിയ റാലി സംഘടിപ്പിച്ചതിന് ശേഷം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിൽ വലിയ നേട്ടം UDF-ന് സമ്മാനിച്ചിരുന്നു. അതേ രീതിയിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുക എന്നതും ഈ വലിയ റാലി സംഘടിപ്പിക്കുന്നതിന് പിന്നിലായി ഉണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഒപ്പം പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ സോണിയാഗാന്ധി ഇവർക്കൊപ്പം കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി അടുത്ത മാസം 3 വയനാട്ടിലെത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും തമ്മിൽ വാക്പോര് മുറുകുന്നു. ഉദ്ധവ് വിഭാഗം മുന്നണി മര്യാദ പാലിച്ചില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വിജയ് വഡേട്ടിവാർ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സഞ്ജയ് നിരുപമും ശിവസേനയുമായുള്ള സഖ്യത്തിനെതിരെ രംഗത്തെത്തി. സഞ്ജയ് നിരുപം BJPയുടെ ശബ്ദമാണെന്ന് ഉദ്ധവ് വിഭാഗം തിരിച്ചടിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, വിവരങ്ങൾ. കടുത്ത അതൃപ്തി അതിങ്ങനെ പരസ്യമായി പുറത്തേക്ക് വരികയാണ് മഹാവികാസ് അഘാടി സഖ്യത്തിനുള്ളിൽ നിന്ന്. ഇന്ന് രാവിലെയാണ് 17 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക ശിവസേന ഉദ്ധവ് വിഭാഗം പുറത്തുവിട്ടത്. പക്ഷേ അതിൽ പല മണ്ഡലങ്ങളിലും നേരത്തെ തന്നെ തർക്കം നിലനിൽക്കുന്നതും ആ തർക്കം ഇതുവരെ പൂർത്തിയാകാത്തത്, ആ തർക്കം പരിഹരിക്കപ്പെടാത്തതുമാണ്. ഉദാഹരണം സാംഗ്ലിയിലെ മണ്ഡലം. അവിടെ കാലാകാലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുകയാണ്. 2009 വിജയിച്ചതാണ്. കഴിഞ്ഞ 2 തവണയും മത്സരിച്ചെങ്കിലും BJPയോടാണ് അവർ തോറ്റത്. സഖ്യത്തിലായിരുന്നെങ്കിൽ പോലും ആ സമയത്ത് ശിവസേനയായിരുന്നില്ല അവിടെ മത്സരിച്ചത്, അന്ന് BJP ആയിരുന്നു അവിടെ മത്സരിച്ചത്. അതുകൊണ്ട് ആ സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ ഇതിനിടെ തന്നെ ഈ സഖ്യ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടെ തന്നെ ചന്ദ്രഹാർ പാട്ടീലിനെ അവിടെ ഉദ്ധവ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇതൊക്കെ കടുത്ത അതൃപ്തി മുന്നണിക്കുള്ളിൽ ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല, മുംബൈയിലെ ചില മണ്ഡലങ്ങളിൽ അമോൽ കൃത്തികർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവിടെയൊക്കെ തന്നെ സഞ്ജയ് നിരുപത്തെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ സീറ്റ് പ്രതീക്ഷിച്ച് നിൽക്കുന്നുമുണ്ടായിരുന്നു കോൺഗ്രസിന്റെ. അവർക്ക് മുൻപ് കോൺഗ്രസിന് വേണ്ടി ഇവിടെ ഏറ്റവും ഒടുവിൽ 2019 തെരഞ്ഞെടുപ്പിൽ വരെ മത്സരിച്ചതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള തർക്കങ്ങളും ഒക്കെ പൂർത്തിയാകും മുമ്പാണ്, അതൊക്കെ പരിഹരിക്കും മുമ്പാണ് ഇന്നിപ്പോൾ ശിവസേന പട്ടിക പുറത്തുവിട്ടത്. ഏതായാലും മാധ്യമങ്ങളെ കണ്ട കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി വലിയ വിമർശനം ഉന്നയിക്കുന്നത്, അതിൽ ഏറ്റവും പൊട്ടിത്തെറിച്ച രീതിയിൽ വളരെ കടുത്ത ഭാഷയിൽ വിമർശനം നടത്തിയിരിക്കുന്നത് സഞ്ജയ് നിരുപം തന്നെയാണ്. മുൻപ് അദ്ദേഹം ശിവസേന നേതാവ് കൂടിയായിരുന്നു. ഒരു തവണ രാജ്യസഭയിലേക്ക് ശിവസേനയിൽ നിന്ന് പോയതാണ്, പിന്നീടാണ് കോൺഗ്രസിലേക്ക് വന്നത്. അദ്ദേഹം പറയുന്നത് ഈ അമോൽ കീർത്തിക്കർ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത്തരം ഒരു സഖ്യത്തിൽ നിന്ന് ഇത്രയധികം സീറ്റുകൾ ശിവസേനയ്ക്ക് നൽകിയാൽ അത് കോൺഗ്രസ് പാർട്ടിയെ തന്നെ നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ കൊണ്ടുചെന്നെത്തിക്കുമെന്നാണ്. ശിവസേന നേതാക്കളും അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുന്നതാണ്. ആരാണ് ഈ സഞ്ജയ് നിരുപം എന്നതാണ്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും തമ്മിൽ വാക്പോര് മുറുകുകയാണ്. വിവരങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും നൽകിയത്. അധിക്ഷേപ പരാമർശങ്ങളിൽ BJP നേതാവ് ദിലീപ് ഘോഷിനും കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രിൻഡേക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ്. ദിലീപ് ഘോഷ് മമതാ ബാനർജിക്കും സുപ്രിയ ശ്രിൻഡെ കങ്കണ റണൌട്ടിനും എതിരെ നടത്തിയ പരാമർശമാണ് വിവാദമായത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ പരാമർശങ്ങൾ ഏറെ വിവാദമായതിന് പിന്നാലെയാണ് പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചത്. ഇപ്പോൾ അതിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവരങ്ങൾ.
ഈ വിഷയത്തിൽ മമതാ ബാനർജിയുടെ പിതൃത്വം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് നടത്തിയ പരാമർശത്തിലാണ് ദിലീപ് ഘോഷിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിരിക്കുന്നത്. മമതാ ബാനർജിയുടെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാളിലെ പ്രചരണ മുദ്രാവാക്യത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ദിലീപ് ഘോഷ് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം എന്നുള്ളത്. ഗോവയിൽ പോയി ഗോവയുടെ മകളാണ് എന്നും ത്രിപുരയിൽ പോയി ത്രിപുരയുടെ മകളാണ് എന്നും മമതാ ബാനർജി അവകാശപ്പെടുന്നു. ബംഗാളിന് സ്വന്തം മകളെ മതി എന്ന തൃണമൂലിന്റെ പ്രചരണ മുദ്രാവാക്യം അങ്ങനെയെങ്കിൽ ഇതിൽ ആരുടെ മകളാണ് അല്ലെങ്കിൽ പിതാവ് ആരാണ് എന്ന് മമത ആദ്യം ഉറപ്പിക്കട്ടെ എന്നുള്ളതായിരുന്നു ദിലീപ് ഘോഷിന്റെ പരാമർശം. ഇത് ഈ ബംഗാളിൽ അടക്കം BJP പ്രധാനമായും സ്ത്രീ വോട്ടുകൾ ലക്ഷ്യം വെച്ച് പ്രചരണം നടത്തുന്ന ഈ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ തന്നെ ഏക വനിതാ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ ഈ പരാമർശം തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രചരണ വിഷയമാക്കുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയത്. മമതാ ബാനർജിക്കെതിരായ അധിക്ഷേപ പരാമർശം വലിയ വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. ജലന്ധർ MP സുശീൽ കുമാർ റിങ്കു BJPയിൽ ചേർന്നു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, തെരഞ്ഞെടുപ്പ് കാലമാണ്, പാർട്ടി മാറുന്നത് അത്ര പുതിയ വാർത്തയല്ല. പക്ഷേ ഈ പഞ്ചാബിൽ അത് ഏത് തരത്തിലായിരിക്കും AAPയെ ബാധിക്കുക? പ്രവിധ, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം നിയമസഭയിലടക്കം വലിയ വിജയം നേടി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. ലോക്സഭയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ ലോക്സഭയിലെ നിലവിലെ ഏക MP അതാണ് സുശീൽ കുമാർ റിങ്കു. ആ സുശീൽ കുമാർ റിങ്കു ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. ജലന്ധറിൽ നിന്നുള്ള MP ആണ്. കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് ജലന്ധറിൽ നിന്ന് 60,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അതോടൊപ്പം തന്നെ ജലന്ധർ വെസ്റ്റിലെ MLA ആയ ശീതൽ അങ്കുറായും ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഇന്ന് BJP ദേശീയ ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ BJPയുടെ പഞ്ചാബ് അധ്യക്ഷൻ സുനിൽ ജാക്കറും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര നേതാക്കളും അംഗത്വം നൽകി സ്വീകരിച്ചു. ഏതായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജലന്ധറിൽ നിന്ന് റിങ്കു തന്നെ സ്ഥാനാർത്ഥിയെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ BJP കേന്ദ്രം നൽകുന്ന വിവരം. ഏതായാലും വലിയ തരത്തിലൊരു നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പഞ്ചാബ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കമെല്ലാം തന്നെ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് പഞ്ചാബിൽ തന്നെ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി നൽകാനാണ് ഇപ്പോൾ BJPയുടെ നീക്കം. അതിന്റെ ഭാഗമായാണ് ആം ആദ്മി പാർട്ടിയിൽ കൂടുതൽ നേതാക്കളെ BJPയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ 4 കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MA കൃഷ്ണനുണ്ണി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാർട്ടി മാറിയത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, എന്ത് കാരണത്താലാണ് ഇവർ പാർട്ടി മാറിയത്? സൂരജ്, കേൾക്കാമോ? പ്രവിധ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്മജ ഈ BJPയിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഈ BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഈ BJPയിൽ ചേർന്ന അടക്കം 4 പേരാണ് ഇന്ന് BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇവരുടെ പേരുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന MM കൃഷ്ണനുണ്ണി, അതുപോലെ തന്നെ KG അരവിന്ദാക്ഷൻ, VA രവീന്ദ്രൻ, CA സജീവ് എന്നിങ്ങനെ 4 പേരാണ് ഈ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത്. BJP കേന്ദ്രങ്ങൾ പറയുന്നത് കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ ഈ BJPയിലേക്ക് എത്തും. കാരണം അസംതൃപ്തരായ നിരവധി പേരാണ് കോൺഗ്രസിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കോൺഗ്രസിൽ തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ കേരള പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കർ ആണ് ഇത്തരത്തിൽ ഇവരെ ഷോൾ അണിയിച്ച് BJPയിലേക്ക് സ്വീകരിച്ചത്. പ്രവിധ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ഹെഡ്ലൈൻസ്. ഓഹരി വിപണികളിൽ ഉണർവ്. വ്യാപാരാവസാനം സെൻസെക്സ് 526 പോയിന്റ് ഉയർന്നു. ക്യാപിറ്റൽ ഗുഡ്സ്, റിയാലിറ്റി, ഓട്ടോ മേഖലകൾ തിളങ്ങി. ഫൈസർ ഓഹരി 17% ഉയർന്നു. ഡോളറിനെതിരെ രൂപ വ്യാപാരം അവസാനിപ്പിച്ചത് 83 രൂപ 37 പൈസ എന്ന നിരക്കിൽ. ഈ ശനിയാഴ്ചയും ഈസ്റ്ററിനും രാജ്യത്തെ ബാങ്കുകൾ പ്രവർത്തിക്കും. തുറന്നു പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഏജൻസി ബാങ്ക് ശാഖകൾ. നെഫ്റ്റ്, RTGS സേവനങ്ങളും സർക്കാർ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ക്ലിയറിംഗും നടക്കും. പെൻഷൻ വിതരണം, SDS, PPF,
SPSS, കിസാൻ വികാസ് പത്ര, സുകന്യ സമൃദ്ധി യോജന തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും നടത്താം. SBI ഡെബിറ്റ് കാർഡുകളുടെ വാർഷിക മെയിന്റനൻസ് ചാർജ് വർധന അടുത്ത മാസം 1 പ്രാബല്യത്തിലാകും. ക്ലാസിക് ഡെബിറ്റ് കാർഡുകളുടെ വാർഷിക മെയിന്റനൻസ് ചാർജ് 100 രൂപയായി ഉയരും. യുവ അടക്കമുള്ള ഡെബിറ്റ് കാർഡുകൾക്ക് 175 രൂപയിൽ നിന്ന് 250 രൂപയാകും. പ്ലാറ്റിനം, പ്രീമിയം, ബിസിനസ് ഡെബിറ്റ് കാർഡുകളുടെ മെയിന്റനൻസ് ചാർജ് യഥാക്രമം 325 425 ഉയരും. ഒരു വർഷത്തിനിടെ ആദ്യമായി ഇന്ത്യൻ ബോണ്ടുകളിൽ റെക്കോർഡ് വിൽപ്പന. പോയ വാരം രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലെത്തിയത് തിരിച്ചടിയായി. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം ആഗോള ഫണ്ടുകൾ വിറ്റഴിച്ചത് $425.3 മില്യൺ മൂല്യമുള്ള ബോണ്ടുകൾ. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ വ്യാപാരാവസാനം. വിപണികൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചത്. ക്ലോസിംഗ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ദേശീയ ഓഹരി വിപണി അഥവാ നിഫ്റ്റി 118 പോയിന്റ് ഉയർന്ന് 22,123 ക്ലോസിംഗ്. ഇനി നിഫ്റ്റി, ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ നോക്കിയാൽ ഇന്ന് അതൊരു മികച്ച നിലയിലായിരുന്നു. RBIയുടെ നിയന്ത്രണങ്ങളും സെബിയുടേതായിട്ടുള്ള ചില ചട്ടങ്ങളും ഒന്നും ഈ ബാങ്ക്, ഫൈനാൻഷ്യൽ മേഖലയെ ഇന്ന് ബാധിച്ചിട്ടില്ല എന്ന് പറയാം. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും മികച്ച നിലയിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. 526 പോയിന്റ് ഉയർന്ന് 72,996 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 73,000 എന്ന നിരക്കിന് തൊട്ടു താഴെയാണ് ഇന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി രൂപ ഡോളർ വിനിമയ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ 83 രൂപ 33 പൈസ എന്ന നിലയിലാണ് ഇന്ന് ഡോളറിനെതിരെ രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. ശ്രീ KV സാമുവലാണ് ഇന്നത്തെ വ്യാപാരാന്ത്യത്തിൽ വിപണികളുടെ വിശകലനത്തിനായി നമ്മോടൊപ്പമുള്ളത്. ഇന്ന് വിപണികൾ എന്തായാലും 2 ദിവസം കൂടിയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ഇനി ബാക്കിയുള്ളത്. എന്തൊക്കെ ഘടകങ്ങളായിരിക്കും വിപണിയെ ബാധിക്കുക എന്നത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്നെന്തായാലും വിപണികൾ മികച്ച നിലയിലായിരുന്നു. സാമ്പത്തിക ലോകത്ത് നിന്ന് പല പുതിയ വാർത്തകളും വന്നത് വിപണിയെ ബാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഗോൾഡ്മാൻ സാക്സ് റിലയൻസിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിനുശേഷം റിലയൻസിന്റെ ഓഹരി വിലയിൽ ഒരു മികവുണ്ടാകുന്നു. അതേപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഓഹരി വിലയിൽ 4% വർധനയുണ്ടാകുന്നു. രാജ്യത്ത് 19ാമത്തെ കമ്പനി, അതായത് 4 ലക്ഷം കോടി എന്ന് പറയുന്ന ആ ഒരു വിപണി മൂല്യം കടക്കുന്ന 19ാമത്തെ കമ്പനിയായി മാരുതി മാറിയതോടുകൂടി മാരുതി സുസുക്കിയുടെ ഓഹരി വിലകൾ വലിയ രീതിയിൽ ഉയരുകയുണ്ടായി. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് വിപണി മികച്ച നിലയിലായിരുന്നു അതിൻ്റെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ വാഹന മേഖല, ഓട്ടോ മേഖല ഇന്ന് മികച്ച രീതിയിലായിരുന്നു. മാർക്കറ്റ് വ്യൂവിൽ ഇന്ന് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഇനി മാർക്കറ്റ് വ്യൂ അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. BJP സംസ്ഥാന കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയ ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ 10 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. ദേശീയ പതാകയെ അപമാനിക്കൽ, അനധികൃതമായി സംഘം ചേരൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, എന്തൊക്കെ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? അതായത് AAPയുടെ പ്രധാന നേതാക്കൾക്കെതിരെയാണ് തമ്പാനൂർ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. AAPയുടെ സംസ്ഥാന അധ്യക്ഷൻ വിനോദ് മാത്യു ഉൾപ്പെടെയുള്ളവരാണ് ആ കേസിൽ പ്രതികൾ. 10 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ദേശീയ പതാക റോഡിലിട്ട് ചവിട്ടി എന്നാണ് പ്രതികൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട കുറ്റം. ഒപ്പം ഗതാഗതം തടസ്സപ്പെടുത്തി, അതുപോലെ തന്നെ അനധികൃതമായി സംഘം ചേർന്നു തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ AAP ഇന്ന് നടത്തിയ മാർച്ചിനെതിരെ BJP രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ മാർച്ച് വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നു. പോലീസ് മാർച്ചിന് ഒത്താശ നടന്നു. പോലീസ് അനുമതിയില്ലാതെയാണ് ഈ മാർച്ച് നടത്തിയത്. ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്ന് PK കൃഷ്ണദാസ് പറഞ്ഞിരുന്നു. പിന്നാലെയാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിൽ പോലും ഈ ദേശീയ പതാകയെ റോഡിലിട്ട് ചവിട്ടി ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വളരെ ഗുരുതരമായതാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും BJP കേന്ദ്രങ്ങൾ ഈ മാർച്ചിനെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് AAP പ്രവർത്തകർ ഗൂഢാലോചന നടത്തി ഈ മാർച്ച് സംഘടിപ്പിച്ചെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതൊരു രാഷ്ട്രീയ വിവാദത്തിന് കൂടി വഴി ഒരുക്കും. AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ പരാതിയുമായി LDF മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി?
കവിത വടകരയിലെ LDF സ്ഥാനാർത്ഥിയായ KK ശൈലജയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നു എന്ന് കാണിച്ചാണ് LDF ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്റുകളിൽ അശ്ലീല കമന്റുകൾ രേഖപ്പെടുത്തുന്നു എന്നിവയും ഈ പരാതിയിൽ പറയുന്നുണ്ട്. LDF നിലവിൽ മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് ഇന്ന് പരാതി നൽകിയിട്ടുള്ളത്. ഇന്നലെ ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ആരോപണമായി പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന്റെ അറിവോടെയാണ് ഈ അധിക്ഷേപമെന്നും പറയുന്നുണ്ട്. എന്നാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പോലീസിന്റെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിത. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാമൻ ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.